ഹായ് ഓൾ, ഞാൻ തന്നെ ഇവിടെ കരൂരിൽ നിന്നും മധുര അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. കരൂരിൽ നിന്നും വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശനിയാഴ്ച വൈകുന്നേരം ഒരു ബസ്സിൽ കയറി ഇവിടെ മധുര വന്നു. ഒരു റൂമൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. ഇവിടെ ഇപ്പം ക്യാമറകളൊന്നും അമ്പലത്തിനകത്തൊന്നും അലൗഡൊന്നുമല്ല. ഒരു 4 മണിക്കൂറോളം ഞാൻ ക്യൂ നിന്നിട്ടാണ് അമ്പലത്തിൽ കയറിയത്. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ലപോലെ തിരക്കുണ്ട് സ്ട്രീറ്റിലൊക്കെ. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും പക്ഷേ ഇങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വട്ടം ഹസ്ബൻഡും മോളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഇത്തവണ പക്ഷേ ഒറ്റയ്ക്ക് വരേണ്ടി വന്നു. പക്ഷേ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ ഗോപുരങ്ങളൊക്കെ പണി നടക്കുന്നതുകൊണ്ട് അതെല്ലാം മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ കഥ പറഞ്ഞുതരാമെന്ന്. കഥ ഇങ്ങനെയാണ്: ഒരിക്കൽ ഭഗവാൻ പരമശിവനും ദേവിയും കൂടെ കൈലാസത്തിൽ ആനന്ദ നൃത്തം ആടി. അപ്പോൾ ആനന്ദ നൃത്തം ആടിയതിൻ്റെ ഇടയ്ക്ക് ദേവിയുടെ ചില സ്റ്റെപ്പൊക്കെ തെറ്റിപ്പോയി കഴിയുമ്പോഴത്തേക്കും ദേവിക്ക് ദേഷ്യം വന്നിട്ട് ദേവി ഭഗവാനെ കളിയാക്കുന്നത് ഭഗവാന്റെ തൃക്കണ്ണിനെയാണ് കളിയാക്കുന്നത്. അപ്പോൾ ഭഗവാന് ദേഷ്യം വന്നിട്ട് ഭഗവാനും ദേവിയെ ശപിക്കും. എന്താ ശപം കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഭഗവാന്റെ തൃക്കണ്ണെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ കണ്ണാണ്. അപ്പോൾ അതുപോലെ ഓർക്കാതെ വെറും ബാലിശമായിട്ട് വഴക്കുണ്ടാക്കി കളിയാക്കിയത് കൊണ്ട് ദേവി ഭൂമിയിൽ മനുഷ്യ സ്ത്രീയായിട്ട് അവതരിക്കട്ടെ എന്നാണ് ശപിക്കുന്നത്. കൂടാതെ അദ്ദേഹം പറയും, ദേവിക്ക് 3 സ്ഥാനങ്ങളും ഉണ്ടാവട്ടെ എന്ന്. മുക്കണ്ണിനെ കളിയാക്കിയതുകൊണ്ട് 3 സ്ഥാനങ്ങളുമായിട്ട് ദേവി മനുഷ്യ സ്ത്രീയായിട്ട് ജനിക്കട്ടെ എന്ന് പറയും. ദേവി ആകെ വിഷമിച്ച് ഭഗവാൻ വിഷ്ണുവിനെ ചെന്ന് കണ്ടിട്ട് ശാപത്തിൻ്റെ കാര്യം പറയും. അപ്പോൾ ഭഗവാൻ പറയും, വിഷമിക്കേണ്ട, ദേവി പോയിട്ട് പാണ്ഡ്യരാജ്യത്തെ രാജാവിൻ്റെ മകളായിട്ട് ജനിക്കണം. വർഷങ്ങളായിട്ട് അവർ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ദേവിയെ തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദേവി അവരുടെ മകളായിട്ട് ജനിക്കണം എന്ന് പറയും. എന്നിട്ട് എന്നാണോ ഇനി ഭഗവാൻ പരമശിവനെ കാണുന്നത് അന്ന് ദേവിയുടെ ഈ പറയുന്ന 3ാമത്തെ സ്ഥാനം ഇല്ലാതെയാകും. അപ്പം വീണ്ടും നിങ്ങളുടെ വിവാഹം ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനായിരിക്കും നടത്തി തരുന്നതെന്ന് പറയും. സാരമില്ല, ഇതൊരു നിമിത്തമായിട്ട് കണ്ടാൽ മതി. പാണ്ഡ്യ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് ദേവിയുടെ കടമയാണ്. ദേവിയുടെ ഭക്തരെ ദേവി അനുഗ്രഹിക്കേണ്ട സമയമായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ശാപം കിട്ടിയത്. അതുകൊണ്ട് ഭൂമിയിൽ പൊയ്ക്കോളൂ, വിഷമിക്കേണ്ടെന്ന് പറയും. അങ്ങനെ ദേവി പാണ്ഡ്യരാജ്യത്തെ രാജാവിൻ്റെ മകളായിട്ട് ആ ഒരു യാഗാഗ്നിയിൽ നിന്ന് ഉണ്ടാകും. ദേവി ജനിക്കുമ്പോൾ തന്നെ ജന്മരഹസ്യത്തെക്കുറിച്ചുള്ള അശരീരിയും കേൾക്കും. പാണ്ഡ്യരാജാവ് വളരെ സ്നേഹത്തോടുകൂടി തന്നെ കുഞ്ഞിനെ വളർത്തും. കുഞ്ഞ് എല്ലാ ആയോധന കലകളിലും ശാസ്ത്രങ്ങളിലും തന്ത്രങ്ങളിലും എല്ലാം വൈദഗ്ധ്യം നേടി വളരെ സുന്ദരിയായിട്ടുള്ള യുവതിയായിട്ട് വളർന്നു വന്നു. അപ്പോഴും ദൈവിക ശക്തിയൊക്കെ തന്നെയുണ്ട്. പക്ഷേ എന്നാൽ ഇത് മറന്നുപോയിട്ട് ദേവേന്ദ്രൻ എന്ത് ചെയ്യും, ഒരു യക്ഷനെ പാണ്ഡ്യരാജ്യത്തേക്ക് ദേവിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അയക്കും. പക്ഷേ ആ യക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഭഗവാൻ പരമശിവൻ തന്നെ സുന്ദരേശൻ അഥവാ സോമസുന്ദരൻ എന്നുള്ള പേരിൽ വന്നിട്ട് ആ യക്ഷനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തും. പക്ഷേ ഇതറിയാതെ ദേവന്മാർ പാണ്ഡ്യരാജ്യത്തെ രാജാവ് മരിച്ചു പോട്ടെ എന്ന് ശപിക്കും. അപ്പം ഇതറിഞ്ഞിട്ട് ദേവി എന്തു ചെയ്യും, ദേവി ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്യും. ദേവേന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിക്കും. ദേവേന്ദ്രൻ പേടിച്ച് കൈലാസത്തിലേക്ക് ചെല്ലും. ദേവിയും പിറകെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ വെച്ച് ശിവനെ കാണുകയും ദേവിയുടെ ആ ശാപത്തിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യും. പിന്നീടാണ് ശിവൻ മധുരയിലേക്ക് വന്നിട്ട് ദേവിയുമായിട്ടുള്ള തിരുക്കല്യാണം നടത്തുന്നത്. എല്ലാ ദേവന്മാരും പങ്കെടുത്ത് വളരെ ആർഭാടമായിട്ടുള്ള കല്യാണമാണ് തിരുക്കല്യാണം എന്ന് പറയുന്നത്. അത് ഇന്നും മധുരയിൽ വളരെ പ്രശസ്തമാണ്. അതിനുശേഷം ഭഗവാൻ മധുര നഗരത്തെ അല്ലെങ്കിൽ പാണ്ഡ്യരാജ്യത്തെ അനുഗ്രഹിക്കുന്നത് വൈഗാ നദി കൊടുത്തിട്ടാണ്. അപ്പം ഇതാണ് മധുരയുടെ കഥ എന്ന് പറയുന്നത്. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക.